അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യത്തിന് ഇതിനായിട്ട് ഒരു ബൗളിലേക്ക് 250 ml കപ്പിന്റെ 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. രണ്ടാമത്തെ കപ്പ് മൈദയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. കൈവച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ മാവിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ കുഴച്ചെടുത്താൽ മതി. നല്ലതുപോലെ കുഴച്ച് ഉരുട്ടിയെടുക്കും. 1/4 കപ്പ് വെള്ളത്തിൻ്റെ ആവശ്യമേ വന്നിട്ടുള്ളൂ. ഒരു 2 മിനിറ്റെങ്കിലും നല്ലോണം മാവ് സോഫ്റ്റാക്കി കുഴച്ചെടുക്കുക. മാവ് 2 മിനിറ്റ് കുഴച്ച് നല്ല സോഫ്റ്റാക്കി ഇതായി എടുത്തിട്ടുണ്ട്. മാവ് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഒരു കടായിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടാവട്ടെ. ഇപ്പോൾ എണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കാം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അല്ലികൾ ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 10 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുത്ത് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ പച്ച ടേസ്റ്റ് ഒന്ന് മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. ഒരു 10 സെക്കൻഡ് ഇളക്കി കൊടുത്ത് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു പച്ച ടേസ്റ്റൊക്കെ വന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എല്ലില്ലാത്ത ചിക്കൻ വേവിച്ച് എടുത്തിട്ടുള്ളതാണ്. 250 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്തിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. ചിക്കൻ 1 മിനിറ്റ് ഈ എണ്ണയിലിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു ക്യാരറ്റ് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് ചേർക്കാം. ഇനി ഇതിലേക്ക് 3 കളറുള്ള ക്യാപ്സിക്കം ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏതെങ്കിലും ഒരു കളർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാത്രം എടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1 കപ്പ് നീളത്തിൽ കട്ട് ചെയ്തെടുത്ത ക്യാബേജ് ചേർക്കാം. ഇനി ഫ്ലെയിം കൂട്ടിയിട്ടിട്ട് 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒരുപാട് അങ്ങ് വെന്ത് പോവരുത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ചിക്കൻ വേവിച്ചെടുത്തതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. നമ്മളിതിൽ സോസ് ചേർക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ സോയ സോസ് ചേർക്കാം. അതുപോലെ തന്നെ 1/2 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. വിനാഗിരി ഇല്ലാന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ചേർത്താൽ മതി. ഇനി 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചില്ലി ഫ്ലേക്സ് ആണ്. ചതച്ച മുളകാണ്. 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ 1 മിനിറ്റ് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമ്മളിതിൽ മുളക് പൊടിയും പച്ചമുളകൊന്നും ചേർക്കുന്നില്ല. എരിവിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ചില്ലി സോസും മാത്രമേ ചേർത്തിട്ടുള്ളൂ. 1 മിനിറ്റ് ഇതാ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ സ്പ്രിംഗ് ഓണിയൻ ഇല്ലാന്നുണ്ടെങ്കിൽ 1 സവാള നീളത്തിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ അധികം വേവിക്കേണ്ടതൊന്നും ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു 30 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഒരു 30 സെക്കൻഡ് ഇതാ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല ചൂടാണ്. ചൂട് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പം നമ്മൾ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റായി. ഒന്നുകൂടി ഈ മാവൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ മാവ് ഇതാ ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി മാവ് ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കാം. ഉരുക്കൊക്കെ നമ്മൾ ഉരുട്ടിയെടുക്കില്ലേ മാവ്, അതുപോലെ ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കുക. ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ നമുക്ക് ഉരുട്ടിയെടുക്കാം. എല്ലാ മാവും ഇതാ ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ആ ഉരുട്ടിയെടുത്ത ഉരുളയിൽ നിന്നും 4 ഉരുള മാവ് ഇതാ എടുത്തിട്ടുണ്ട്. ഇനി 1 ഉരുള മാവ് എടുക്കുക. ബാക്കിയിരിക്കുന്ന ഉരുളകൾ ഉരുട്ടിയെടുത്തത് മൂടി വയ്ക്കുക, അല്ലെങ്കിൽ മാവ് ഡ്രൈ ആയി പോകും. ഞാൻ 1 ഉരുള മാവ് കുറച്ച് മൈദയിലിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മാവ് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കാം. പൂരിക്കൊക്കെ പരത്തിയെടുക്കില്ലേ, ആ ഒരു വലിപ്പത്തിന് പരത്തിയെടുക്കാം. ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തു. ബാക്കിയിരിക്കുന്നതും ഇതുപോലെ തന്നെ പരത്തിയെടുക്കാം. അപ്പം 4 ഉരുള മാവും ഒരേ വലുപ്പത്തിൽ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഒരു പരത്തിയെടുത്ത മാവെടുക്കുക. ഇതിൻ്റെ പുറത്ത് കുറച്ച് എണ്ണ ഒന്ന് ബ്രഷ് ചെയ്യാം. എണ്ണ കോരി ഒഴിക്കരുത്. ചെറിയ രീതിയിൽ എല്ലാ ഭാഗത്തും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ പുറത്ത് കുറച്ച് മൈദ ഒന്ന് വിതറി ഇട്ട് കൊടുക്കുക. വീണ്ടും നമുക്ക് അടുത്ത ഷീറ്റ് വെച്ച് കൊടുക്കാം. എണ്ണ ബ്രഷ് ചെയ്യാം.
വീണ്ടും കുറച്ച് മൈദ ഒന്ന് വിതറി കൊടുക്കുക. അടുത്ത ഷീറ്റ് മാവ് വയ്ക്കാം. എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. വീണ്ടും കുറച്ച് മൈദ ഒന്ന് വിതറി കൊടുക്കുക. ലാസ്റ്റിൽ ഒരു ഷീറ്റ് മാവ്, ഇനി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് പരത്തിയെടുക്കുക. കുറച്ച് പൊടിമാവ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് പരത്തിയെടുക്കുക. നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലെ പരത്തിയെടുക്കുക. അപ്പോൾ ഇത് ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് കനം കുറച്ച് പരത്തിയെടുക്കുക. ഇനി ഇത് ചുട്ടെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു തവ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. തവ അങ്ങ് ഒരുപാട് ചൂടാകാൻ പാടില്ല. ലോ ഫ്ലെയിം വയ്ക്കുക. എന്നിട്ട് പരത്തിയെടുത്തത് നമുക്കിതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇത് ചെറുതായിട്ട് 2 വശം ഒന്ന് വേവിച്ചെടുക്കാം. ഒരുപാട് നമ്മൾ ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കുന്നത് പോലെ വേവിച്ചെടുക്കരുത്. ലോ ഫ്ലെയിം വയ്ക്കുക. 2 വശവും ഒന്ന് ഡ്രൈ ആയി കിട്ടിയാൽ മാത്രം മതി. എന്നിട്ട് നമുക്ക് ഇതിൽ വെച്ച് തന്നെ നമുക്ക് ഓരോ ഷീറ്റായിട്ട് ഇളക്കിയെടുക്കാം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഈ ചൂട് കൊണ്ട് കൈപൊള്ളാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എടുത്ത് മാറ്റി വെച്ചിട്ട് നമുക്ക് ഓരോന്നായിട്ട് ഷീറ്റ് ഇളക്കിയെടുക്കാവുന്നതാണ്. ചുട്ടെടുത്തിട്ട് നമുക്ക് ഓരോ ഷീറ്റായിട്ട് എടുത്ത് മാറ്റാം. ഇപ്പോൾ 2 വശവും ഇതാ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് തവയിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇനി ഇത് ഒരു ടവലിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഓരോന്നായിട്ട് ഇത് ഇളക്കിയെടുക്കാം. ചെറിയൊരു ചൂടോട് കൂടി തന്നെ ഇളക്കിയെടുക്കുക. കണ്ടില്ലേ, എന്താ നല്ല ഈസി ആയിട്ട് ഇളക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. നല്ല കനം കുറച്ചാണ് ഇത് കിട്ടിയിട്ടുള്ളത്. അടുത്തതും ഇതുപോലെ തന്നെ നമുക്കിത് തവയിൽ വെച്ച് തന്നെ ചെയ്തിട്ടെടുക്കാം. പക്ഷെ നല്ല ചൂട് കാരണം നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റില്ല. തിരിച്ചിട്ടിട്ട് വീണ്ടും ഇനി ഒരു ലെയറും കൂടെ ഉണ്ട്. ഇനി അടുത്ത ഒരു ലെയറും കൂടെ നമുക്ക് മെല്ലെ ഒന്ന് ഇളക്കിയെടുക്കാം. അതെല്ലാം ഇതാ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയെല്ലാം റെഡിയാക്കി എടുക്കാം. എന്നിട്ട് നമ്മളിതാ ഓരോന്നും ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. ഈ മാവ് ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കവർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഓരോ പ്രാവശ്യം നമ്മൾ ചുട്ടെടുത്തിട്ട് ഇതുപോലെ ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് വെക്കാം. അപ്പോൾ ഇതെല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. ചുട്ടെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കവർ ചെയ്ത് വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ ഷീറ്റ് ഡ്രൈ ആയി പോകും. എല്ലാം എന്താ ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ കുറച്ച് മൈദ ഒന്ന് ഇതുപോലെ കലക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 3 ടീസ്പൂൺ മൈദയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഈ ഒരു രീതിക്ക് കലക്കിയെടുക്കുക. നമ്മൾ ഒട്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫില്ലിങ്ങിൻ്റെ ചൂടൊക്കെ ഇതാ മാറിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഷീറ്റ് ഇതാ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരറ്റത്ത് ചിക്കൻ്റെയും വെജിറ്റബിൾസിൻ്റെയും ഫില്ലിങ് വെച്ച് കൊടുക്കുക. ഇതുപോലെ ഫില്ലിങ് വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് ലെവൽ ചെയ്യുക. എന്നിട്ട് ഇതുപോലെ ടൈറ്റ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് 2 വശത്തും നമുക്ക് മൈദയുടെ പേസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ 2 അറ്റം ഒന്ന് മടക്കി കൊടുക്കാം. ഇപ്പോൾ 2 അറ്റവും ഒന്ന് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ലാസ്റ്റിൽ നമുക്ക് കുറച്ച് മൈദ പേസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്യാം. ഫുള്ളായിട്ട് അങ്ങ് റോൾ ചെയ്യാം. അപ്പം ഈ ഒരു രീതിക്ക് വേണം റോൾ ചെയ്തെടുക്കുക. ബാക്കിയെല്ലാം ഇതുപോലെ റെഡിയാക്കി എടുക്കുക. ഞാനിപ്പോൾ എല്ലാം റെഡിയാക്കി എടുത്തതിന് ശേഷം എന്താ ഫ്രീസറിൽ വെച്ച് ഫ്രീസ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒരു 10 മിനിറ്റ് പുറത്തെടുത്ത് വയ്ക്കുക. എന്നിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. അതിന് നമുക്ക് ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഒരു വശം ഒന്ന് മൊരിഞ്ഞ് ഗോൾഡൻ നിറാവുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കുക. തിരിച്ചും മറിച്ചിട്ട് നല്ലൊരു ഗോൾഡൻ നിറാവുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇപ്പം നല്ലൊരു ഗോൾഡൻ നിറമായിട്ടുണ്ട്. ഇനി എണ്ണയിൽ നിന്ന് നമുക്ക് കോരി മാറ്റാം. ബാക്കിയിരിക്കുന്നതും ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം.
അപ്പോൾ ഇതെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പുറത്ത് നല്ല ക്രിസ്പിയാണ്, കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്